പൊതുവെ എല്ലാവർക്കുമുള്ള സംശയങ്ങളാണ് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് എന്താ കുറച്ച് പൗഡറും പൊട്ടും ഇട്ടിട്ട് എല്ലാവരെയും മുന്നിൽ കൊണ്ട് ഇരുത്തിക്കൂടാ, അത് കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് നടക്കാമല്ലോ എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു ഫാഷൻ ഷോയുടെ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മളൊരു ബ്രൈഡൽ വർക്ക് എടുക്കുന്നതിനേക്കാളും രണ്ടിരട്ടി അല്ലെങ്കിൽ നാലിരട്ടി വർക്ക് ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ കിട്ടിയൊരു 8ൻ്റെ പണിയാണ് ഈ വർക്കും. കാര്യം ഇതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഇറങ്ങിയപ്പോൾ എൻ്റെ ലോഗോയോ എൻ്റെ കമ്പനി മെൻഷൻ ചെയ്യൽ ഒരു മോഡൽ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ചോദിച്ച് വാങ്ങേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ പോരാത്തതിന് നമുക്ക് കറക്റ്റ് ടൈമിന് ഫുഡ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കിട്ടാണ്ട് നമ്മുടെ കൂട്ടത്തിൽ വന്നവരെയും കൂടെ നമ്മൾ മാനിക്കണ്ടേ. അവർക്കും നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെയാണ് അവരെയും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരുപാടുണ്ട്. ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് അവിടെ പോയി ഇരുന്ന് കാണാനൊന്നും പറ്റത്തില്ല. ഇവർക്ക് ലാസ്റ്റ് കോസ്റ്റ്യൂം എന്താണോ വരുന്നത് അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവർക്ക് മൊത്തം ഞങ്ങൾ എടുത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. 80ൽ കൂടുതൽ. വലിയ പ്രോഗ്രാമെന്ന്, അത്യാവശ്യം ക്രൗഡുള്ള പ്രോഗ്രാം. അപ്പോൾ അത്രയും പേരെ ഒരുക്കിയിട്ട് ലാസ്റ്റ് വന്നെടുത്ത വീഡിയോസാണ്. രാത്രി 2:30-3 മണിക്ക് അത്യാവശ്യം കിട്ടിയത് നമ്മൾ മാറ്റിക്കുന്ന ഒരുക്കുന്ന 1-2 ഫോട്ടോസും പിന്നെ നമ്മൾ മെമ്മൻറ്റോസ് വാങ്ങുന്ന ഫോട്ടോസും മാത്രം കാണാനേ നമുക്ക് ഇതുണ്ടാവുള്ളൂ. അല്ലാതെ പ്രോഗ്രാം കാണാനോ ഒന്നിനും ഇരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. കാര്യം രാത്രി 2:30-3 മണി വരെ ലാസ്റ്റ് ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കിഡ്സ് ഉണ്ടായിരുന്നു. കിഡ്സിൽ ജൂനിയർ സീനിയർ അങ്ങനെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ മേക്കപ്പ് ചെയ്യണമായിരുന്നു. പക്ഷെ നമ്മളിത് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നതെന്ന് മാത്രം.